ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ നോർമൽ സൗണ്ടും കാര്യങ്ങളും നിങ്ങളും കൂടി കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്, എഡിറ്റ് ചെയ്യാതിരുന്നത്. ഇവിടെ നമുക്ക് എൻ്റർ ആവണേക്കാളും മുന്നേ ഇവിടെ ഭയങ്കര സ്മെല്ലായിരിക്കും. പക്ഷേ അതിനകത്തൊന്നും നമ്മൾ വൺസ് എൻ്ററായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യില്ല കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പാടില്ലാത്ത മീനുകളൊന്നും നമ്മൾ ഇതുവരെ മേടിക്കാറുമില്ല കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ മോറക്കിലായിരുന്ന ടൈമിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് മീനൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ആ മീനുകളൊക്കെ ഞങ്ങൾ മേടിച്ച് വീട്ടിലെത്തുമ്പോഴാണ് ഞങ്ങൾ അറിയണത് ഇതൊക്കെ മോശമായിട്ടുള്ള കറി വയ്ക്കാൻ പോലും പറ്റാത്തൊരു തരം മീനുകളായിരുന്നു. ഭയങ്കര ചീഞ്ഞിട്ടുള്ള മീനുകൾ വരെ ഇവിടെ വിൽക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്മെല്ലുകളുള്ളത് കൊണ്ട് മണത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചറോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ചീഞ്ഞതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയ മീനാണോ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളാ കിട്ടിയ മീനും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. അതിന് ശേഷം പിന്നെ ഞങ്ങൾ വല്ല ചാളയോ അയലയോ ചെമ്മീനോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാറേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വന്ന് മേടിക്കുന്നതിൻ്റെ കാരണം ഇവിടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കടയിലൊക്കെ വിൽക്കുന്നതിനേക്കാളും വില കുറവായിരിക്കും നമ്മളിവിടെ വന്ന് മേടിക്കണം. പിന്നെ കുറേ മീനുകളെ കാണാം, വലിയ വലിയ കുറേ മീനുകളുണ്ടാവും. അതിനെ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് മേടിക്കണത്. ഞങ്ങളിപ്പോൾ പോയ ടൈമിലുണ്ടല്ലോ ചെമ്മീനായിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നത്. ഞങ്ങളൊരു പ്രാവശ്യം ചെമ്മീൻ വാങ്ങിയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെമ്മീൻ വാങ്ങിയില്ല. ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ ചെറിയ ചാളയാണ്. എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ വലിയ മീനുകളൊന്നും ഇഷ്ടമല്ല. ഈ കാണുന്ന വലിയ മീനുകളൊന്നും എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം ചെറിയ മീനുകളാണ്. ഞാൻ കഴിക്കും, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് കഴിക്കില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് ഇഷ്ടത്തിനാണ് മീൻ വാങ്ങിയത് കേട്ടോ. പിന്നെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വില പേശി മീൻ മേടിക്കാൻ പറ്റും. ഇപ്പോൾ അവർ പറയുന്ന പ്രൈസിൽ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പ്രൈസിന് നമുക്ക് തരും കേട്ടോ. വില പേശി നമുക്ക് മീൻ മേടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വില പേശിയൊക്കെ മീൻ മേടിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പറയുന്ന റേറ്റിൽ ചിലരൊക്കെ നമുക്ക് മീൻ തരും. പക്ഷേ ചിലർ അങ്ങനെ നമ്മൾ പറയുന്ന റേറ്റിലൊന്നും തരില്ല. അവരൊരു ഫിക്സഡ് റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവർ അനങ്ങൂല. ചിലർ പക്ഷേ നമുക്ക് അങ്ങനെ തരും കേട്ടോ. ഞങ്ങളൊരു 11 മണിക്കാണ് മാർക്കറ്റിൽ പോയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.